പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്നൊരു സാക്ഷിയെ സഭയുടെ മധ്യയിൽ നിൽക്കാൻ തക്കവണ്ണം ദൈവം ഒരുക്കിയ അവസരങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ അവസരം നൽകിക്കൊണ്ട സഭയ്ക്കും പ്രിയ മെമ്പേഴ്സിനായും നന്ദി പറയുന്നു. എൻ്റെ സാക്ഷ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ബൈബിൾ വാക്യം വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Psalms chapter 25 verse 3. No one whose hope is in the Lord will never be put to shame, but they will be put to shame who are treacherous without excuse. Amen. എൻ്റെ സാക്ഷ്യം തുടങ്ങുന്നത് ഫെബ്രുവരി 2019. ഞാൻ എൻ്റെ ഫാമിലിയോട് കൂടെ അബുദാബിയിൽ നിന്നും ഡൽഹിയിലോട്ട് വരുന്ന സമയത്തേക്കാണ് ഈ സാക്ഷ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ എഞ്ചിനീയറിംഗ് കംപ്ലീറ്റ് ചെയ്ത് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറായിട്ട് ഗ്രാജുവേറ്റ് ആയി. ഉടനെ തന്നെ ഡാഡ വർക്ക് ചെയ്യുന്ന എത്തിഹാദ് എയർവേസ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയിൽ ഇന്റേൺഷിപ്പിന് അവസരം ദൈവം നൽകി തന്നു. വളരെ ചുരുക്കം ആൾക്കാർക്ക് ലഭിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു അത്. അവിടെ കടന്നു നിന്ന് ഇന്റേൺഷിപ്പ് ചെയ്യുവാനും 6 മാസത്തോളം ഇന്റേൺഷിപ്പ് ചെയ്ത് മടങ്ങി ഇന്ത്യയിലേക്ക് കടന്നു വരുവാനും ദൈവം ഇടയാക്കി തന്നു. ഞാൻ പാസ് ഔട്ട് ചെയ്യുന്ന അതേ സമയത്ത് തന്നെ ഞാൻ ഒരിക്കലും അപ്ലൈ ചെയ്യാത്ത, ഞാൻ ആഗ്രഹിക്കാത്ത ഒരു ജോലി കർത്താവ് ഒരു വ്യക്തി മുഖാന്തരം എനിക്കായി നൽകി തന്നു. ഞാൻ ഒരു സെമി ഗവൺമെന്റ് ഓർഗനൈസേഷനിൽ ജൂനിയർ അനലിസ്റ്റ് ആയിട്ട് ജോയിൻ ചെയ്യുവാൻ തക്കണം. എൻ്റെ റെസ്യൂം എങ്ങനെയോ ആ കമ്പനിയിലുള്ള ഒരു MD കയ്യിൽ ലഭ്യമാവുകയും ഞാൻ ഇന്റേൺഷിപ്പ് അബുദാബിയിൽ ചെയ്യുന്ന കാര്യം അവർക്ക് വളരെ സ്പെഷ്യലായിട്ട് തോന്നി. അതുകൊണ്ട് ആ ജോലി എനിക്ക് ഓഫർ ചെയ്യുവാൻ തക്കണം. ഞാൻ ഇന്റർവ്യൂ ചെയ്യുന്നതിനും ഞാൻ അപ്ലൈ ചെയ്യുന്നതിനും ഒക്കെ മുമ്പ് തന്നെ ആ ജോലി ഓഫർ ചെയ്യുവാൻ തക്കണം അധികം മര്യാദ. അപ്പോൾ ഞാൻ ഗ്രാജുവേറ്റ് ചെയ്യുന്ന സമയത്ത് എൻ്റെ ബാച്ചിൽ ജോലിയോടുകൂടി ഗ്രാജുവേറ്റ് ചെയ്യുന്ന വളരെ ചുരുക്കം ആൾക്കാരിൽ ഒരാളായിരുന്നു ഞാൻ. അപ്പം ഈ ജോലിയെക്കുറിച്ച് അനേകരോട് ഞാൻ സാക്ഷിക്കാൻ എനിക്ക് അവസരം, ഹോസ്റ്റലിലായാലും ഒക്കെ ദൈവം അവസരങ്ങൾ ഉണ്ടാക്കി തന്നു. അപ്പോൾ ജോലിയുടെ സ്ഥലം ഡൽഹി ആയിരുന്നുകൊണ്ട് തന്നെ ഫെബ്രുവരിയിൽ 7 വർഷത്തിന് മുമ്പേ കടന്നു വരുവാൻ ദൈവം ഇടയാക്കി തീർത്തു. ജോലി തുടങ്ങിയപ്പോൾ വളരെ സന്തോഷമായിരുന്നു. ആരാധിക്കാൻ തക്കവണ്ണം IPC മയൂർ വിഹാർ എന്ന് പറഞ്ഞൊരു സഭ എനിക്ക് ലഭിക്കാൻ തക്കവണ്ണം ഇടയായിരുന്നു. താമസം വളരെ സൗകര്യപ്രദമായിരുന്നു. ഡൽഹിയിൽ ആദ്യമായിട്ടാണ് ഞാൻ കടന്നു വരുന്നത്. എനിക്ക് പരിചയമായിട്ടോ റിലേഷനായിട്ടോ പ്രത്യേകിച്ച് ആരും അവിടെ തന്നെ ഇല്ല. എന്നാലും ദൈവം എല്ലായിടും എല്ലാ ആവശ്യങ്ങളും അവിടെ ചെന്നിട്ട് അസുഖം വന്നപ്പോൾ കരുതുവാൻ തക്കവണ്ണം ആൾക്കാരെ അവിടെ ഒരുക്കിയായിരുന്നു. ഞാനപ്പോൾ ചിന്തിക്കാൻ തുടങ്ങി, എനിക്ക് വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന ഇടം ഇതായിരിക്കും. അടുത്ത 5 വർഷത്തിനുള്ളിൽ ഇങ്ങനെ കരിയർ അഡ്വാൻസ്മെന്റ്സ് എനിക്കിവിടെ ചെയ്യണം. ഒത്തിരി കരിയർ ഗ്രോത്ത് ഉള്ള ഒരു ഓർഗനൈസേഷൻ ആയിരുന്നു. ഗവൺമെന്റ് ഓർഗനൈസേഷൻ ആയതുകൊണ്ട് അങ്ങനെ ഒരു പോർട്സ് ഒരുപാടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ 2ാമത്തെ മാസം ജോലിയിൽ കടന്നപ്പോൾ എനിക്കൊരു ജോബ് ചേഞ്ച് ഉണ്ടായി. എന്നെ മാനേജ് ചെയ്യുന്ന പ്രൊജക്ട് ലീഡർ വേറൊരു പ്രൊജക്റ്റിന് അസൈൻമെന്റ് കിട്ടി മാറി. അതിൻ്റെ പകരം ഒരു ലേഡി എനിക്ക് അസൈൻമെന്റ് ആയിട്ട് വന്നു. എന്തുകൊണ്ടോ അവർക്ക് എന്നോടൊരു പ്രത്യേക സ്നേഹമായിരുന്നു. വന്നപ്പോൾ തൊട്ട് തന്നെ എനിക്ക് ജോലികൾ വർദ്ധിപ്പിച്ച് നൽകാൻ തുടങ്ങി. ഞാൻ സന്തോഷത്തോടുകൂടെ ജോലി ചെയ്തിട്ടുണ്ടായാൽ ഇപ്പോൾ ഓവർ ടൈം ചെയ്യേണ്ടി വരുന്നു. പതുക്കെ ഓവർ ടൈം വീക്ക് ഡേയ്സിൽ നിന്ന് വീക്കെൻഡ്സിലോട്ട് എക്സ്റ്റെൻഡ് ആവാൻ തുടങ്ങി. സാറ്റർഡേസ് ജോലിക്ക് വരുവാൻ തക്കണം വരെ ചോദിക്കാൻ തുടങ്ങി. ഗവൺമെന്റ് ഓർഗനൈസേഷൻ ആയതുകൊണ്ട് നമുക്കൊന്നും തിരിച്ചു പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ സാറ്റർഡേസ് വർക്കിംഗ് ചെയ്യാൻ തുടങ്ങി. ഫെബ്രുവരി അങ്ങനെ പോയി. പതുക്കെ അവര് സൺഡേസ് വരുവാൻ തക്കവണ്ണം നിർബന്ധപ്പെട്ടു. ഒരു ദിവസം ഞാൻ സാറ്റർഡേ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പം എല്ലാവരും മുമ്പ് വെച്ച് എന്നെ പബ്ലിക്കായിട്ട് വിളിച്ചിട്ട് പറഞ്ഞു, ആലിസ് ഐ എക്സ്പെക്ട് യു ടു ബി ഇൻ ദി ഓഫീസ് ഓൺ സൺഡേ ടുമോറോ. ഞാൻ ഇപ്പം പറഞ്ഞു എനിക്ക് വരാൻ പറ്റത്തില്ല. ഐ ഹാവ് ചർച്ച് മാസ് ടു അറ്റൻഡ്, സോ ഐ വുഡന്റ് ബി ഏബിൾ ടു കം. കൈൻഡ്ലി എക്സ്ക്യൂസ് മീ, ഐ വിൽ കവർ അപ്പ് ഓൺ some other day. I will do overtime some other day. പക്ഷെ അവർ ഭയങ്കര stubborn ആയിരുന്നു. എൻ്റെ ടീമിൽ ക്രിസ്ത്യാനിയായിട്ടും സൗത്ത് ഇന്ത്യൻ ആയിട്ട് ഞാൻ മാത്രമേ ഉള്ളായിരുന്നു. It was a team of 25 people. എല്ലാവരും യങ്സ്റ്റേഴ്സ് ആയിരുന്നു. She was also kind of our age. She took that as an offense. അതൊരു ഒഫെൻസീവായിട്ടുള്ള ഒരു റെസ്പോൺസ് പോലെ അദ്ദേഹത്തിന് തോന്നി. അപ്പോൾ എന്നോട് തിരിച്ചു ചോദിക്കാൻ തുടങ്ങി, അങ്ങനെയാണെങ്കിൽ നിനക്ക് 2 ആഴ്ചക്കുള്ളിൽ വേറൊരു ജോലി കണ്ടുപിടിക്കാൻ പറ്റുമോ? അദ്ദേഹം ഉദ്ദേശിച്ചത്, നീ നാളെ ഞായറാഴ്ച ജോലിക്ക് വന്നില്ലെങ്കിൽ ഈ ജോലിയിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യുവാൻ തക്കവണ്ണം 2 ആഴ്ചത്തേക്കുള്ളിൽ എനിക്ക് ആ ശക്തി ഉണ്ട്, എനിക്ക് എൻ്റെ പക്കൽ ആ പവർ ഉണ്ടെന്നുള്ള കാര്യമായിരുന്നു എംഫസൈസ് ചെയ്തത്. അപ്പോൾ ഞാൻ ഷോക്കിലായി. കാരണം എൻ്റെ ഹോൾ കരിയർ പ്ലാൻ ഈ കമ്പനി ബേസ് ചെയ്താണ്. എന്നാലും ഞാൻ റെസ്പോൺസായിട്ട് പറഞ്ഞു, യെസ് ഐ വിൽ ഫൈൻഡ് എ ജോബ് ഇൻ 2 weeks എന്ന് പറഞ്ഞ് ഞാനൊന്നും ചിന്തിക്കുന്നില്ല. വേറെ ഞാൻ ജോലികൾ അപ്ലൈ ചെയ്തിട്ടില്ല, വേറെ ഓഫേഴ്സ് ഒന്നുമില്ല. ബട്ട് ഐ വാസ് ഹേർഡ് ദാറ്റ് ഐ വാസ് എക്സ്പെക്റ്റഡ് ടു കം ടു വർക്ക് ഓൺ എ സൺഡേ. Though I was very flexible, I was one of the top leading performer of the team. But I had the guilt feeling that I shouldn't miss a Sunday worship.
സോ ഞാൻ അടുത്ത ദിവസം സൺഡേ ജോലിക്ക് പോയില്ല. ഞാൻ മൺഡേ തിരിച്ച് ജോലിക്ക് ചെന്നപ്പോൾ മോക്കറി തുടങ്ങി, കളിയാക്കൽ തുടങ്ങി. അവൾ ഒരു കമ്പനിയുടെ CEO അതുകൊണ്ട് അവൾക്ക് ഈ ജോലി ആവശ്യമില്ലാത്ത എന്നൊക്കെ അവർ പറഞ്ഞ് ഒത്തിരി കുത്തുവാക്കുകൾ എല്ലാവരും കൂടി പറയാൻ തുടങ്ങി. അപ്പോഴൊക്കെ ഞാൻ ദൈവത്തോടെ ചോദിച്ചു, നിനക്ക് വേണ്ടി നിൽക്കാൻ വേണ്ടിയല്ലേ ഞാൻ ഒരുപാട് ഓപ്ഷൻസ് വിട്ടിട്ട് നീ കാണിച്ചു തന്ന വഴിയിൽ വന്നെത്തിയത്? നിനക്ക് വേണ്ടിയല്ല ഞാൻ ഞായറാഴ്ചത്തെ ആരാധനയ്ക്ക് ജോലി വേണ്ടെന്ന് വെച്ച് പോകുന്നത്. അപ്പം എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഒരു ഇഷ്യൂ, ഒരു സ്ട്രഗിൾ ഫേസ് ചെയ്യേണ്ടി വരുന്നു എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിലൂടെ വന്നു. അപ്പോൾ എന്നെ ബലപ്പെടുത്തിയ ഒരു വാക്യമാണ് ഞാൻ ആദ്യം വായിച്ചത്. അവനിൽ ആശ്രയിക്കുന്നവർ ഒരു നാളും ലജ്ജിക്കപ്പെടുകയില്ല എന്നുള്ള ആ വചനം എന്നെ ബലപ്പെടുത്താൻ ഇടയായിത്തീർന്നു. എൻ്റെ ഫാമിലി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. എൻ്റെ ചർച്ച് മെമ്പേഴ്സ്, എൻ്റെ ഫ്രണ്ട്സ്, ഇവരെല്ലാവരും പ്രാർത്ഥന കാരണം ദൈവം എന്തായാലും ഒരു വഴി തുറക്കും. ജോലി ഏതെങ്കിലും നഷ്ടപ്പെടുന്ന കാര്യം ഉറപ്പായി തീർന്നു. കാരണം അവരങ്ങനെ ഹരാസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എന്തായാലും കർത്താവിൻ്റെ ഇത് നടക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ അവരുടെ മുൻപിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് എനിക്കൊരു ഇമെയിൽ ലഭിക്കാനായിട്ട് ഇടയായിത്തീർന്നു. ഞാൻ 6-7 മാസം മുമ്പ് അപ്ലൈ ചെയ്തൊരു ജോലി അവർ വീണ്ടും ഓപ്പൺ ചെയ്തു. അതിനായിട്ട് എന്നെ അവർ ജോലിക്ക് ഇന്റർവ്യൂവിന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞൊരു ഇമെയിൽ എനിക്ക് ലഭിക്കാനായി ഇടയായിരുന്നു. വളരെ പെട്ടെന്നായിരുന്നു. അന്ന് രാത്രി തന്നെ ഒരു വീഡിയോ ഇന്റർവ്യൂ കംപ്ലീറ്റ് ചെയ്യുവാൻ തക്കണം, അത് സക്സസ്ഫുള്ളി ക്ലിയർ ചെയ്യുവാൻ തക്കണം. അതിനോട് ചേർന്ന് ഒരു ബാക്ക്ഗ്രൗണ്ട്